ഹലോ ഗൈസ്. അപ്പം എന്താ പറയാനുള്ളത്? അപ്പം ഒന്നും പറയില്ല. നമ്മളിപ്പം നെക്സ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാരും പറയും നമ്മളെ വ്ളോഗ് ശരിയല്ല, നമ്മള് ചുമ്മാ ചായ കുടിച്ച കണക്കാണ്. അതെ അതെ, അത് അങ്ങനെ ഒരു പരദൂഷണം നമ്മള് കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് വെറൈറ്റി ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു കരക്കമ്പ് നമ്മള് കേൾക്കുന്നുണ്ട്. എന്താ നമ്മള് വെറുതെ ചായ കുടിച്ച് ഫുഡ് കഴിക്കുന്ന വ്ളോഗേ ഉള്ളൂ, ഒരു കണ്ടന്റ് ഇല്ല നമ്മുടെ വ്ളോഗില് എന്നൊക്കെയാ പറയാം. നമ്മളിപ്പോ ഇന്നൊരു കണ്ടന്റ് ഉണ്ടാക്കും. അപ്പൊ ഇന്ന് നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഇന്നും ഫുഡ് കഴിക്കും. അപ്പൊ നമ്മള് വീഡിയോ എടുത്തിട്ട് ഒരു കുറച്ചധികം ദിവസമായി. അതെ അതെ, നമ്മളിപ്പം ആലപ്പുഴയിലോട്ട് ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ എത്തുമോ അതോ അതിന് മുന്നേ നിക്കുമെന്ന് അറിയില്ല. അപ്പൊ നമ്മള് ഒരു എവിടെ ഇപ്പൊ പോണോ? ഇപ്പൊ പ്ലാൻ ചെയ്ത സ്ഥലം എവിടെയാ? നമ്മളൊരു ഹൊറർ സ്ഥലത്തോട്ടാണ് പോണത്. ആ സ്ഥലത്തിന്റെ പേര് നമുക്ക് അറിഞ്ഞിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു മന, ഒരു മനയിലോട്ടാണ് പോണത്. സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു മനയാണ്, അവിടെ ഉണ്ടായാ മതി. പിന്നെ നമ്മള് വേറൊരു സിയാറത്തിന് പോകണുണ്ട്. വേറൊരു സായിപ്പ് മരിച്ചായിരുന്നു, പുള്ളിയെ കാണാൻ വേണ്ടി. ഒരു പഴയ ബ്രിട്ടീഷ് ടച്ച് ഉണ്ട് അവിടെ. അല്ല, ബ്രിട്ടീഷ് ഖബർ. ബ്രിട്ടീഷ് ഖബർ കാണാൻ പറ്റും. സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയാണ്. അതെ, സിയാറത്തിന്. പിന്നെ മറ്റേ ആളെ വരുന്ന കായംകുളം കൊച്ചുണ്ട്, അയാളുടെ ഖബർസ്ഥാനം, അതിലും കൂടി ഒന്ന് സിയാറത്താണ്. അവിടെ ചെന്ന് 2 യാസീനൊക്കെ ഓതി. അതെ അതെ, ദുആ വരത്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് കാണാം. ബാക്കി പാട്ടിടാം. റംബൂട്ടാൻ മതി. റംബൂട്ടാൻ വഴിക്ക റംബൂട്ടാൻ എന്താ? 1 കിലോ 300 രൂപ. ഇതിന് 1 കിലോ 300 രൂപ. നമ്മളൊരു 750 ഗ്രാം വാങ്ങി. 250? 750. 750. എത്ര കിലോ വാങ്ങി? പിന്നെ ഇത്രയും കൂടി ആര് തിന്നു ഇറങ്ങും? ഞാൻ തിന്നു. എന്നാലും പറയാനുള്ളത്, വഴിക്ക റംബൂട്ടാൻ അങ്ങനെ ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ ഈ ഹെൽത്തി അല്ലേ? ഇനി തൊട്ട് നോ ജങ്ക്, ഓൺലി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹെൽത്തി. ഇനിയിപ്പോ കണ്ടോ എന്താ പോണെന്ന്. അപ്പൊ നമ്മൾ ഹെൽത്തി സാധനമൊക്കെ കഴിച്ചു പോവാണ്. ജങ്ക് ആവാതെ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തെത്തിയത് കാണാൻ ഇങ്ങനെ. ഇതാണ് കൃഷ്ണപുരം കൊട്ടാരം. നമ്മൾ കൃഷ്ണപുരം കൊട്ടാരത്തിലെത്തിയ, പക്ഷേ ഇത് കണ്ട 2 മണിയായി. 1 മണി തൊട്ട് 2 മണി വരെ ബ്രേക്ക് ടൈമാണ്. ഇതാണ് ഇപ്പോൾ 1:15 ഉള്ളൂ. എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പം കൃഷ്ണഗിരി പാലസ് എത്തി. കൃഷ്ണഗിരി അല്ലടാ, കൃഷ്ണപുരം. കൃഷ്ണപുരം കൊട്ടാരത്തിലെത്തി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, 2 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവും. അതെ, പക്ഷേ അടിപൊളി സ്ഥലം കേട്ടോ. കൊട്ടാരം നമ്മൾ കാണിച്ചിരുന്നു 2 മണിയായിട്ട് നമുക്ക് കാണിച്ചു തരാം. 2 അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ അല്പം മതി, കാരണം അവിടെ 2 മണിക്ക് നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് പോവാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടെ നിന്നാണ് കഴിച്ച അറേബ്യൻ ദർബാർ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സാധനം. ഹണിയൊക്കെ സീൻ സാധനം. ഹണി അൽഫാം, ഇത്ര അടിപൊളി ഹണി അൽഫാം കൊല്ലത്ത് കഴിച്ചും പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നത്. ചൂട്, പോലം ചൂട്. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ബദാം മിൽക്കും കൂടെ കുടിച്ചു, അതും അടിപൊളിയായിരുന്നു അല്ലേ? സെറ്റ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്ത് പോവാം. എന്താ? കൃഷ്ണപുരം കൊട്ടാരം. നമുക്ക് ടിക്കറ്റ് കിട്ടി. ക്യാമറയ്ക്ക് 10 രൂപ, മൊബൈൽ ക്യാമറയ്ക്ക് 10 രൂപ. ടോട്ടൽ 80 റുപ്യ തോന്നുന്നു. ഒരാൾക്ക് 35, ടോട്ടൽ 80. ഇതാണ് കൊട്ടാരം. നമ്മൾ കയറി വെക്കും കൊട്ടാരം. ഇതാണ് കൃഷ്ണപുരം കൊട്ടാരം. വണ്ടർഫുൾ കൊട്ടാരം. നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ പുറം കാഴ്ചകൾ കാണാം. ഇവിടെ ആരോ ഉണ്ട്. ഇതാരാംസലേ? ഇതാണ് ടിക്കറ്റ് ഏരിയ. അവിടെ നിന്ന് നേരെ ഇങ്ങനെ നടന്നു പോകാം.
ബുദ്ധിസ്റ്റ് അല്ലേ? ഹായ് ഗൈസ്, ഇതാണ് ബുദ്ധപ്രതിമ. ഇത് ഏകദേശം 500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഈ 500 ഇവിടെ എന്തോ ബോർഡുണ്ട്. ബുദ്ധ മണ്ഡലത്തിൽ കയറിയിരിക്കുകയോ ശിക്ഷാർഹമാണ്. ഓക്കെ, അതില്ല. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറിന് എത്ര വർഷം ഉണ്ടാവും? ഫോട്ടോ വീഡിയോ എടുക്കുന്നത് അല്ല, കിണറിന് എത്ര വർഷം ഉണ്ടാവും? കിണറിന് അത് ഏകദേശം ഒരു 10-20 വർഷം പഴക്കമുള്ളതാവും. അല്ല, ഇതാ അത് കമ്പിപ്പിട്ടാണെങ്കിലാ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ കൊട്ടാരത്തിലേക്ക് കയറാം. ഇതൊരു 16 അറയോ എന്താ പറയുന്നത് കൊട്ടാരം. നമുക്ക് നോക്കാം, അകത്തേറി നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വലതുകാലി വെച്ച് മണിയിലേക്ക് സ്വാഗതം. ചിന്തട ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാനകൾ ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ. നാഴി ചെല്ലം അല്ല ചെല്ലം കോട്ട് ചെല്ലം വിഷ്ണു വരത്തിൽ ഇരിക്കുന്നില്ല. കണ്ണാടി മണിയെ കണ്ടു. മണി തൃശ്ശൂർ 1800 തൊട്ട് 1900 വരെ. നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോവാം. ഇതാണ് തുലാസ്. 300 കിലോ തുലാസ് ഗ്രാമായിരിക്കും അല്ലേ? പുരുഷന്റെ തല മോഹൻ ജഡാറിയുടെ തല 2500 BC ബിഫോർ ക്രൈസ്റ്റ്. പീസസ് ഓഫ് പൊട്ടേറീസ്. പോത്ത് ഇൻട്രസ്റ്റിംഗ്. നടുമുറ്റം. അവൻ നടന്നു വരാൻ വീഡിയോ എടുക്കാൻ. ഓക്കെ, അപ്പോൾ നടുമുറ്റം തോന്നുന്നു. ഇതാണ് പല്ലക്ക്. ഇതാണ് രാജാവും രാജ്ഞിയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓഹോയ് ഓഹോയ് എന്ന് പറഞ്ഞു പല്ലക്ക്. നൈസാണ്. ഇത് പിന്നെ ഒരു എന്താ കോട്ടയാട് പോലത്തെ സ്ഥലം. ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണ്. യെസ്, ഇത് കോട്ടക്കൽ കൊല്ലം. ഇത് എന്തൊക്കെയോ സാധനങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. കൊച്ചിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ, ഓക്കെ. ഗജേന്ദ്രമോക്ഷം. വെള്ളത്തിലൂടെ കുളം, അതിൻ്റെ അകത്തോട്ട് കുളം. കൊത്തുപണികൾ. ഇവിടെ കുളമുണ്ട്. കാണാൻ പറ്റില്ല, അങ്ങോട്ടോട്ട് കളിക്കാം. കുളം. അതായത് കുഞ്ഞു ബാൽക്കണി പോലത്തെ സ്ഥലം. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടി ഇരിക്കാം. അടുക്കളയിലോട്ടുള്ള യാത്ര.
എൻ്റെ മോനെ ഇതാണ് കിച്ചൺ. ഉറി, ചെമ്പ്, കുറേ പാത്രങ്ങൾ, ഫയർ ഇൻസ്ട്രുമെൻറ്റ്സാണ്. ഇതാണ് പുരാലിഖിത വിജ്ഞാനീയം. അടുത്തത് പഠിച്ചിട്ടില്ലേ? ഇപ്പോഴും പഠിക്കുകയും ഇതൊരു നടുമുറ്റം. ഇതെന്തോടാ? ഇത് രാജാവിനെ ബാക്കി നമ്മൾ കയറുന്നവരെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞാണെങ്കിൽ ഇതൊരു കസൂസ ഒന്നിരുന്ന് കാണിച്ചത്. എന്താ ഇതുണ്ട കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ടിരിക്കണം. കുറേ ജനലൊക്കെ ഉണ്ട്. അയ്യോ, ഇങ്ങോട്ടോടാ. ഗൈസ് അടിപൊളി സെറ്റ് സ്ഥലമാണ്. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ നോക്കിയേ. സെറ്റ് സ്ഥലമാണ്. എൻ്റെ മോനെ എന്ത് വാളിനൊരു പ്രത്യേകത ഉണ്ട്. 2 സൈഡ് മുറിച്ചുണ്ട്. അതെ, 2 സൈഡ് അല്ലിയിലെല്ലാ വാളും 2 സൈഡ് മുറിച്ചുണ്ട്. പരിച ഷീൽഡ്, കായംകുളം വാൾ. ഇനി അടുത്ത് നമുക്ക് വാളുകൾ ശേഖരം. 3 അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെ, അത്ര പേരെ കൊന്ന വാള്, ചോര പുരണ്ട വാളായിരിക്കും. ഇതേറെ ആരോ വാളം പിടിച്ചിരിക്കുന്നു. സൺസ്ക്രീൻ പൈപ്പ്. ഇതാണ് പീരങ്കി. ക്യാരൺ പോൾസ് പീരങ്കി ഉണ്ട്. കൈവിലങ്ങുകൾ, ഹാൻഡ് കഫ്. കോഴിക്കോട് സ്ട്രീറ്റ്. പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. കബഡി, റോമൻ കോയിൻസ്, ചോള, കോയിൻ ബോർഡ്, ഓച്ചിറ നിധി, തീരാ ക്യാഷസ്, വെള്ളിപ്പണം, ₹1 ട്രാവൻകോർ ₹1. 1 കാശ്. ഓ, അങ്ങനെ 1 കാശ്, 4 കാശ്, 8 കാശ്. ചക്രം, ലക്ഷ്മി, വരാഹൻ. ഓ, ഇതാണ് കമ്മട്ടം. ഇത് പണിവാളിയ കോയിൻസാണ്. അച്ചടിച്ച ഓടാ വെക്കിയത് നമുക്ക് തേഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുളവും കുളത്തിൻ്റെ പരിസരവും. അവിടെ കയറല്ല, തെന്നി അടിച്ചിട്ട് വളർത്തി വരും. അവിടെ ഏതോ മീനൊക്കെ ഉണ്ട്. ഇതുണ്ട്, കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു എൻട്രൻസ് ഉണ്ട്.
ഇതിൻ്റെ അടിയിൽ കൂടെയാണ് രാജാവ് ഒളിക്കുന്നതെന്ന് ഏതൊരു വീട്ടിൽ ഞാൻ കണ്ടത്. ഓട് താഴോട്ടുണ്ടോ? ഒളിക്കുന്നെന്നല്ലേ പറയുന്നത്. ഇപ്പൊ സീന ഒളിച്ചെന്ന് പറഞ്ഞ. അപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ അവിടെ വന്നിട്ട് ഇറങ്ങുന്നത്. ആ മുകളിലല്ല, ആ താഴെ ആ അടിയിലൊരു ഇതുണ്ട്. പക്ഷെ അന്ന് ഇത്ര വെള്ളം കാണത്തില്ല. സൂപ്പർ ഓല കെട്ടി തൂക്കിട്ട്. ഇതെന്താ സംഭവം അറിയാവോ? ഇത് ആ വണ്ടി കംപ്ലൈന്റ് ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഡെലിവറി ബോയ് ഉണ്ട് അവിടെ എത്തി നിൽപ്പുണ്ട്. അവൻ ഡെലിവറി പോകാൻ വേണ്ടിയിട്ട് ഓല വാങ്ങി. പക്ഷേ ഇത് ഫുള്ള് കംപ്ലൈൻറ്റ്, എപ്പോഴും കംപ്ലൈൻറ്റ്. അങ്ങനെ അതിൻ്റെ പ്രതിഷേധമായിട്ട് അവൻ വണ്ടി കെട്ടി തൂക്കിയിട്ടേക്ക് അവിടെ. എന്താ ഓലയ്ക്കകത്ത് കിടക്കുക. അങ്ങനെ അവൻ ഓലയ്ക്കകത്ത് കിടക്കുന്നു. എന്തപ്പത് ഏയ് എന്തല്ലേ നമ്മൾ യാത്രാ മധ്യയിൽ കൈ കുടിക്കാൻ കഴിയും. നമ്മൾ തിരിച്ചിവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് കൊല്ലത്തെത്തി ഗൈസ്. വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ളോഗ് കാണാം. അടുത്ത വ്ളോഗ് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ. എളുകൾ വള്ളി കരാലികൾ കരിമൂടിയ വേടനിതോ കരച്ചോര